റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് ഇന്നുച്ചയോടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. രാവിലെ 9:30 കരുവാരക്കുണ്ട് സ്കൂളിന്റെ മുൻവശത്ത് കുട്ടി ബസ്സിറങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല. ഇതിനിടെ വീട്ടിലേക്ക് വരുന്നതായി കുട്ടി മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി. തുടർന്ന് കുട്ടിയുടെ അമ്മ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. സ്കൂൾ യൂണിഫോമാണ് പെൺകുട്ടി ധരിച്ചിരുന്നത്. കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്ത 16കാരനുമായി അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരുന്നു. 16കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കുറ്റസമ്മതം നടത്തിയത്. ഇത് തന്നെയാണ് മൃതദേഹം പോലീസിന് കാട്ടിക്കൊടുത്തത്. നേരത്തെ പെൺകുട്ടിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും താക്കീതും നൽകിയിരുന്നു. പ്രതി ഒറ്റക്കല്ല ഈ കൃത്യം ചെയ്തതെന്നും ആർക്കോ ഇതിൽ പങ്കുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. സർവരുടെയും നെഞ്ചു തകർക്കുന്ന വാർത്തകളാണ് അനുദിനം ചുറ്റിലും കേൾക്കുന്നത്. കരുവാരക്കുണ്ടിലെ ആ 9ാം ക്ലാസ്സുകാരിയുടെ വിയോഗം കേവലമൊരു ക്രൂരതയുടെ കഥയല്ല, മറിച്ച് മക്കളെ വളർത്തുന്ന ഓരോ മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനും നേരെ ഉയർത്തുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. മക്കൾ പുറത്തു പോയാൽ അവർ സുരക്ഷിതരായി തിരിച്ചെത്തുന്നതുവരെ മാതാപിതാക്കളുടെ ശ്വാസം നിലച്ച അവസ്ഥയിലായിരിക്കുന്നു. അമ്മേ, ഞാൻ എത്താറായി എന്ന് ഫോണിലൂടെ പറഞ്ഞ പെൺകുട്ടിയുടെ വാക്കുകൾ ഇന്ന് ആ മാതാപിതാക്കളുടെ ജീവിതകാലം മുഴുവൻ നീളുന്ന തേങ്ങലായി മാറി. മക്കളെ പുറത്തുവിടുന്നത് ഒരു മാതാപിതാക്കളും കരുതുന്നില്ല. എന്നാൽ നമ്മുടെ ചുറ്റിലും വേട്ടമൃഗങ്ങളെപ്പോലെ പതിയിരിക്കുന്നവർ ഉണ്ടെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഈ സംഭവത്തിൽ പ്രതിയായ പയ്യൻ പെൺകുട്ടിയെ മുൻപും ശല്യം ചെയ്തിരുന്നതായും കുടുംബം പരാതിപ്പെട്ടിരുന്നതായും നാം കേട്ടു. പലപ്പോഴും കുട്ടിക്കളിയല്ലേ എന്ന് കരുതി നാം വിട്ടുകളയുന്ന നിസ്സാരമായ ശല്യപ്പെടുത്തലുകൾ പിന്നീട് വലിയ ക്രൂരതയിലേക്ക് വഴിമാറാം. മക്കളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അവർ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചറിയുക. സൗഹൃദങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ മാതാപിതാക്കൾക്ക് വേണം. നമ്മൾ പലപ്പോഴും പെൺമക്കൾക്ക് താക്കീതുകൾ നൽകുന്നു. അവിടെ പോകരുത്, ഇങ്ങനെ നടക്കരുത് എന്ന് നിയന്ത്രണങ്ങൾ നൽകാറുണ്ട്. എന്നാൽ മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിലോ ജീവിതത്തിലോ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്ന് ആൺമക്കളെ നാം പഠിപ്പിക്കുന്നുണ്ടോ? ഒരു 16കാരൻ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് സമൂഹം ഗൗരവമായി ചിന്തിക്കണം. മക്കളെ നല്ല മനുഷ്യരായി വളർത്തുന്നതിലാണ് അവരുടെ ഭാവി. സ്കൂൾ യൂണിഫോമിൽ ഒരു റെയിൽവേ ട്രാക്കിന്റെ വിജനതയിൽ ആ ജീവൻ പൊലിഞ്ഞു കിടന്ന കാഴ്ച ഏതൊരു മലയാളിയുടെയും ഉറക്കം കെടുത്തുന്നതാണ്. മക്കൾ പോകുന്ന വഴികൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അവർ വൈകിയാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സ്കൂളിൽ എത്തിയോ എന്ന കാര്യം ഉറപ്പുവരുത്താൻ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ നിരന്തരമായ ആശയവിനിമയം അത്യാവശ്യമായി വന്നിരിക്കുന്നു. സംഭവം നടന്ന ശേഷം മെഴുകുതിരി കത്തിച്ചും പോസ്റ്റുകൾ പങ്കുവച്ചും നാം പ്രതിഷേധിക്കും. എന്നാൽ നാളെ ഇത് മറ്റൊരു വീട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങണം. പിന്നെ രാവിലെ 7:00 സ്കൂളിൽ പോകും, പിന്നെ വൈകിട്ട് 4:30 വരവുണ്ട്. കുറച്ച് വൈകി പോയി. ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷൻ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിൽ പോയതാണ്. അമ്മ തന്നെയാണ് സ്കൂളിൽ വിട്ടത്. പക്ഷേ സ്കൂളിൽ കുട്ടി എത്തിയിട്ടില്ല. അങ്ങനെ മിസ്സിംഗ് ആണെന്നൊരു ഏകദേശം ഒരു ഈവനിങ്ങിൽ അറിയണത്. അപ്പോൾ കുട്ടി ഒരു നമ്പർ ഒന്ന് വിളിച്ചു, ഞാൻ അവിടെ എത്താനായി, വീട്ടിലെത്താനായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ഫോണില്ലേ? ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല.